നമസ്കാരം ആശാൻ. അതെ, അതായത് ഏറെ സന്തോഷം തോന്നിയൊരു കാര്യങ്ങളായിരുന്നു ഇന്നലെ ടി വിയിൽ യാദൃശ്യമായിട്ടാണ് കണ്ടത്. എങ്ങനെയും പ്രതീക്ഷിച്ചില്ല ആശാൻ അവിടെ ഉണ്ടാവും. മോഹൻലാലിനൊരു ആദരവ് ലാൽസലാം ഗവൺമെൻറ് കൊടുക്കണു എന്നുള്ളത് മാത്രമേ കേട്ടിരുന്നുള്ളൂ. പക്ഷേ ടി വി ഓൺ ചെയ്തപ്പോഴാണ് മോഹൻലാൽ എന്നുള്ള ഇതിഹാസ കലാകാരൻ, ഇല്ലെങ്കിൽ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള താരം ആശാനെ നമസ്കരിക്കണു, ആശാനെ പൊന്നാടണിക്കണു. ഈ പൊക്കമേർ സൗദമേർ എന്നുള്ള ആ ഒരു മുദ്രയൊക്കെ കാണിച്ചിട്ട് തിരിച്ച് അദ്ദേഹത്തിനെയും ആശീർവദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഹൻലാൽ എന്നുള്ളത് നമുക്കറിയാം, പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അദ്ദേഹം നടന വൈഭവം, അത് സംഗീതമായാലും വേണ്ടില്ല, നൃത്തമായാലും വേണ്ടില്ല, ഇനി ആക്ഷൻ സിനിമകളായാലും വേണ്ടില്ല, ഇത്രയും തിളങ്ങി നിൽക്കാനും പ്രാപ്തിയുള്ള കലാകാരൻ ഇന്ത്യൻ സിനിമയിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ലോകാത്ഭുതങ്ങളിലൊരു അത്ഭുതമായിട്ട് നടനാണ് അദ്ദേഹം താങ്കളുമായിട്ടുള്ള ഈ കഥകളി ബന്ധം, ഇല്ലെങ്കിൽ മാനസിക അടുപ്പം, ഇല്ലെങ്കിൽ താങ്കളോടുള്ള ഗുരുഭക്തി അദ്ദേഹത്തിന് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഞാൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായ കാലഘട്ടത്തിലാണ് കമലദളം ഷൂട്ടിങ് തുടങ്ങുന്നത്. അന്ന് ഈ കലാമണ്ഡലത്തിൽ വെച്ചിട്ടായിരുന്നു കമലദളം ഷൂട്ടിംഗ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലാണ് കമലദളത്തിൽ അഭിനയിക്കണമെന്നൊക്കെ തൊട്ട് ഞാൻ ചെറിയ അധ്യാപകനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് സാധകവും രസാഭിനയും പഠിക്കണം എന്ന് ഓഫീസ് മുഖാന്തരാണ് എന്നെ വിളിപ്പിക്കുകയാണ്. ഞാൻ മോഹൻലാലിനെ കണ്ണ് സാധകവും രസാഭിനയം പഠിപ്പിക്കണം എന്നെ നിർദ്ദേശിച്ചു. കലാമണ്ഡലത്തിൽ നിന്നാണ്. എങ്ങനെയോ ഒന്ന് ബാലസുബ്രഹ്മണ്യം മതി എന്നുള്ളത് ആശാന്മാരോട് ചോദിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചില്ല, എൻ്റെ പേര് വരികയും ഇങ്ങനെ പഠിപ്പിക്കാൻ പോകണം ഒരു മണിക്കൂർ. അങ്ങനെ ഞാൻ ആ കാലത്ത് വെളുപ്പാകുമ്പോൾ 7 മണിക്ക് എൻ്റെ റൂമിൽ അവിടെ റൂമിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടി വരും. ഒരു മാസം കമലദളം ഷൂട്ടിംഗ് ഈ ചെറുതുരുത്തി ഭാഗത്ത് മുഴുവൻ നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ പൈങ്കുളം അടുത്ത് ഒരു ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് 7 മണിക്ക് വണ്ടി വരും. ആ വണ്ടിയിൽ കയറി ഞാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം വെച്ചാൽ അദ്ദേഹത്തിന് മുഖത്ത് ഭാവങ്ങൾ കുറച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു മോഹം. ഞാൻ പിന്നെ സംസാരത്തിലാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം അത് തുടങ്ങാൻ കാരണം ശിവാജി ഗണേശൻ കണ്ണ് സാധം ചെയ്തെന്നുണ്ടോ എന്തൊക്കെയോ അത് കേട്ടിട്ടുണ്ടോ. കണ്ണ് സാധം കൂടിയാട്ടത്തിലും കഥകളിയിലൊക്കെ അഭിനയത്തിൽ കണ്ണ് സാധം പ്രധാനമാണെന്നും ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ അഭിനയത്തിന് കൂടുതൽ കണ്ണ് സാധവും നവരസം ചെയ്താൽ ഗുണമാകും എന്നുള്ളൊരു അറിവ് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ കണ്ണ് സാധകവും രസാഭിനയും പഠിക്കണമെന്ന് തോന്നിയത്. അങ്ങനെ 1 മണിക്കൂർ നേരത്തെ ക്ലാസ്സാണ് ഈ പൈങ്കുളത്ത് ഒരു ഗസ്റ്റ് ഹൗസിൽ. കാലത്ത് അതിനുള്ള സമയം അങ്ങേര് മാറ്റി വെച്ചിട്ട് 7 മണിക്ക് ചെന്നാൽ ഞാൻ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ അപ്പുറത്തിപ്പുറത്തിട്ട് പായിട്ടിരുന്ന് കണ്ണ് പിടിച്ച് വിളിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കട്ടിക്കൊടുക്കും, അങ്ങനെ പിടിക്കും, ഞാൻ കൈ കൊണ്ടിട്ടു. അങ്ങനെ 1 മാസത്തോളം ഈ ഷൂട്ടിംഗ് സമയത്ത് വിളിച്ചാകുമ്പോൾ കണ്ണ് സാധകവും രസാഭിനയും, പിന്നെ കുറേ മുദ്രകളൊക്കെ അപ്പം അങ്ങനെ കുറേശ്ശെ പിന്നെ ഈ കഥകളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കലും അങ്ങനെയാണ് ഞാൻ മോഹൻലാലായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. പക്ഷെ ആ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടുള്ളൊരു ആത്മബന്ധം അന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഞാൻ അനവധി സിനിമാ നടന്മാരെയും മറ്റവരൊക്കെ കണ്ടിട്ടുണ്ട്. അവരായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടെങ്കിലും ഈ മോഹൻലാലെ കണ്ട് ആ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ തുടങ്ങിയ ശേഷമുള്ള അദ്ദേഹത്തിന് എന്നോടുള്ളൊരു വാത്സല്യം എവിടെ വെച്ച് കണ്ടാലും തിരക്കുള്ള സ്ഥലമായിരുന്നില്ല, വേഗം അടുത്തേക്ക് വിളിച്ച് സുഖവർത്തമാനങ്ങൾ ചോദിക്കും. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ പിന്നെയാണ് ഈ കുറേ കാലത്തിന് ശേഷമാണ് വാനപ്രസ്ഥം വരുന്നത്. ഈ വാനപ്രസ്ഥം എന്നുള്ളത് കുഞ്ഞുകുട്ടൻ എന്നുള്ള കഥാപാത്രം കഥകളി നടൻ്റെ ഒരു കഥയായി കൊണ്ടതാണല്ലോ അത്.
അപ്പോൾ അതിൽ എല്ലാ വേഷങ്ങളും ഈ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാജി കരുണാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കിയിരിക്കുന്നു. അപ്പോൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ പേര് ഇതെല്ലാം നമുക്ക് തീരുമാനമായി. ഇപ്പോൾ മോഹൻലാൽ ആര് പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ ആദ്യം പൂതനയ്ക്ക്. അപ്പോൾ ഞാൻ മനസ്സിലായിട്ടുള്ളത്, അപ്പോൾ അത് അദ്ദേഹമായിട്ട് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ ഒന്ന് ചോദിച്ചാൽ ആരാ പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. പഠിപ്പിക്കൽ ആരെയും ഏൽപ്പിക്കില്ല, അത് ഞാൻ വിളിച്ചോളാം, ബാലസുബ്രഹ്മണ്യേശ്വരം മതി എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഈ വാനപ്രസ്ഥത്തിൽ അദ്ദേഹത്തിനെ പഠിപ്പിക്കുക, അതിൽ വേണ്ട ആ വാനപ്രസ്ഥത്തിൽ വേണ്ട ചെറിയ ഷോട്ട്, വലിയ ഷോട്ട്, അത് വളരെ വളരെ കുറച്ച് വേണ്ടൂ എങ്കിലും സിനിമയിലേക്ക് കഥകളി എന്നുള്ള സബ്ജക്റ്റ് ഫുള്ളൊന്നും വേണ്ട, വളരെ ചെറിയ ഷോട്ട് വലിയ അങ്ങനെ വിട്ടു. അത് എല്ലാ കഥാപാത്രങ്ങളുണ്ട്, അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല ഏൽപ്പിച്ച് ഷായി സാറ്. അത് ആദ്യം ഉണ്ടായത് എങ്ങനെ വെച്ചാൽ തിരുവനന്തപുരത്ത് പോയിട്ട് മോഹൻലാലിനെ പഠിപ്പിക്കേണ്ടതായ വിഷയങ്ങളുടെ സംഗീതത്തിൻ്റെ റെക്കോർഡിങ്ങൾ, അത് ആ സംഗീതത്തിൻ്റെ റെക്കോർഡിങ് ഹരിദാസേട്ടൻ ഉണ്ടായിരുന്നു, ബാബു ഉണ്ടായിരുന്നു, മധു ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് പൂർണ്ണനയാണ് തുടക്കം. അപ്പോൾ എനിക്ക് വേണ്ട 2 ലൈനേ വേണ്ടു. ആ 2 ലൈൻ പാടുന്നത് ഞാൻ എങ്ങനെ സെറ്റപ്പ്, ഞാൻ തന്നെ ആദ്യമേ സെറ്റപ്പ് ഉണ്ടാക്കി കാണിക്കും, അതിനനുസരിച്ച് ഇവർ പാടും. അങ്ങനെ ആദ്യം ചെയ്തത് പാട്ട് റെക്കോർഡിങ്ങാണ്. ആ പാട്ട് റെക്കോർഡിങ് ചെയ്ത സാധനത്തിന് പിന്നെ ഈ വാനപ്രസ്ഥം സിനിമയിലേക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്, സിനിമാ ലോകമായിട്ട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങുക. അദ്ദേഹത്തിൻ്റെ കൂടെ സഹസഞ്ചാരം ചെയ്തുകൊണ്ടും സിനിമ ഷൂട്ടിങ് കൊണ്ടും എല്ലാ ദിവസമൊന്നും എനിക്ക് ജോലിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒഴിവുള്ളപ്പോൾ അതിലേക്ക് വേണ്ടതായ ഓരോ സബ്ജക്റ്റും പറഞ്ഞു കൊടുക്കുക. അതിൽ എന്താണോ അദ്ദേഹം ആ കഥാപാത്രത്തിന് അവിടെ കാണിക്കേണ്ടത് വെച്ചാൽ അത് നല്ലോണം എന്നോട് കാണിക്കാൻ പറയും, ഞാൻ എന്നോട് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആ കാണിച്ചു കൊടുക്കും. നല്ലോണം ആയതിന് ശേഷം മാത്രമേ അദ്ദേഹം അത് സമ്മതിക്കുള്ളൂ. അത് ചെയ്തത് പോരെ ചോദിച്ചു. പോരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോരാന്ന് പറഞ്ഞാലും, പക്ഷെ നമ്മുടെ മനസ്സിൽ ആന്ന് പറഞ്ഞാലും സമയമില്ല. അദ്ദേഹത്തിന് അറിയാം അത് ഒരു പാകമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അറിയാണ്ട് ഒരു ചെറിയ ഇരിച്ചാൽ മതി, അങ്ങനെ പറഞ്ഞ. അതുപോലും ഈ ഗുരുനാഥൻ്റെ യശോറായിട്ട് ഇത്രയും ക്ലിക്കായിട്ട് എടുക്കണ ഒരു ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അത് അസാധ്യ കഴിവുള്ള അദ്ദേഹത്തിന്. അത് പെർഫെക്റ്റ് ആയതിനു ശേഷമേ അത് എടുക്കുള്ളൂ. പച്ച, കത്തി, വെള്ളത്താടി, ചുവന്നാടി എല്ലാ വേഷങ്ങളും അതിൽ ശ്രീവേഷം പൂതനയാണ് തുടക്കം. അത് പിന്നെ അതെനിക്ക് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അദ്ദേഹമായിട്ടുള്ള അടുപ്പം ഉണ്ടാക്കാനും അദ്ദേഹം ആ റിലേഷൻഷിപ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ദൈവാധീനമാണ് അദ്ദേഹമായിട്ടുള്ള അടുപ്പം ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഭയങ്കര കോണ്ടാക്റ്റും ഉണ്ട്, വിളിക്കും, അവിടെയും ഇവിടെ ഷിഫ്റ്റിംഗ് കണ്ട അപ്പോൾ വിളിക്കുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ തിരക്കിൽ എൻ്റെ ഈ മറ്റേ കലാഫീൽഡിൽ പോകലും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനുള്ള ഏറ്റവും സിനിമാ ലോകത്തിൽ ഏറ്റവും ടോപ്പ് കൊടുക്കുന്നതായ അവാർഡ് കിട്ടുന്നത്. അതിൽ ഭയങ്കര സന്തോഷം തന്നെ. ഇങ്ങനെ കിട്ടിയ ഒരു അത് തീർച്ചയായിട്ടും സിനിമാ ലോകത്തിൽ ഏറ്റവും ടോപ്പായി കൊടുക്കുന്ന അവാർഡ് നടന് തന്നെ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ആ പ്രശസ്തി ഇന്നലെയാണത് മനസ്സിലായി. കാരണം ഒരു അംഗീകാരം കൊടുക്കുമ്പോൾ ഏറ്റവും ഒരു കഥകളിയായിക്കോട്ടെ സിനിമയായിക്കോട്ടെ ഏത് പ്രസ്ഥാനത്തിൻ്റേതായും ഒരു അവാർഡ് ടോപ്പിലുള്ള അവാർഡ് കൊടുക്കുമ്പോൾ അത് നടൻ തന്നെയാണ് അതിന് അതിൻ്റെ അധികാരി എന്നുള്ളത് തെളിയിച്ചു എന്നുള്ളതാണ് ഈ സിനിമാ ഫീൽഡിൽ ഈ ഏറ്റവും ഉന്നതമായ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ അവാർഡിൻ്റെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ആ അവാർഡിനെ കേരള ഗവൺമെൻറ് സന്തോഷത്തോടു കൂടി മാനിക്കുന്ന ചടങ്ങാണ് തിരുവനന്തപുരത്തുണ്ടായത്. അപ്പോൾ ആ ചടങ്ങിൽ ഇതെല്ലാം
പെട്ടെന്നാണ് അദ്ദേഹത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങ്, അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ട് എന്നും ഒരു അദ്ദേഹത്തിൻ്റെ യോഗ്യതകളിൽ എഴുതിയ ഒരു കവിത അതൊന്ന് ചിട്ടപ്പെടുത്തി കളിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇദ്ദേഹത്തിനെ കേരളം ആദരിക്കുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുക എന്നുള്ളത് വളരെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു. കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ മുഖാന്തരമാണ് എൻ്റെ അടുത്ത് അവർ എല്ലാം കലാതരംഗിൻ്റെ ഗോപാലകൃഷ്ണൻ കഥകളി സ്കൂൾ ഗോപാലകൃഷ്ണനാണ് എൻ്റെ അടുത്ത് ആദ്യം ഇതിനെപ്പറ്റി സംസാരിക്കുക. ആശാൻ ഇങ്ങനെ മോഹൻലാലിന് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ആശാൻ എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അദ്ദേഹത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ സംശയിക്കേണ്ട, ഞാൻ എന്താണ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ അത് ചിട്ടപ്പെടുത്തി. തെരനോട്ടം എന്നുള്ള സിനിമയിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. മോഹൻലാൽ വിളിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ നിന്നുണ്ടവർ ഞാൻ ആദ്യം തിരനോട്ടം എന്നൊരു സിനിമയിലാണ് തുടങ്ങിയിട്ട് വാച്ചാൽ. അപ്പോൾ അത്ര ക്ലോസായി. ഈ നടന്മാരോട്, ഈ സിനിമാ നടന്മാരോട് ഇത്രയും ക്ലോസായിട്ട് സംസാരിക്കാനും ജീവിക്കാനും എന്തോന്നില്ലാത്തൊരു ആ മോഹൻലാലിനുള്ള അടുപ്പം അതൊരു എൻ്റെ ജീവിതത്തിലൊരു പൊൻതൂവലാണ്. അത് എൻ്റെ ആത്മകഥയിൽ ഞാൻ കൊറോണ സമയത്ത് ഒരു ബുക്ക് ഇറക്കി, കളിവിളക്ക്. എൻ്റെ ആത്മകഥാ പുസ്തകത്തിൽ ഞാൻ ഒരു ചാപ്റ്റർ ആശാന്മാരുടെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്റർ എനിക്ക് ചേർക്കണം നിർബന്ധമുണ്ടായിരുന്നു. അത് ഞാൻ എഴുതി എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെയുള്ള ആ പുസ്തകം ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയം കുറേ 2-3 കൊല്ലം മുമ്പ് ഇറങ്ങി. ഇത് പെട്ടെന്നാണ് വരുന്നത് ഇങ്ങനെ. എനിക്കത് വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ ഇത് ചിട്ടപ്പെടുത്തി പരിപാടി തുടങ്ങുക. അപ്പോൾ ആദ്യമായിട്ട് കഥകളിയാണ് അദ്ദേഹം പ്രസൻറ്റേഷൻ ചെയ്യണത്. അതും ദൈവാധീനമായി. എന്നുവെച്ചാൽ കഥകളി എന്ന കലാരൂപത്തെ അദ്ദേഹം വളരെ ഭക്തിപൂർവ്വമാണ് ആ വാനപ്രസ്ഥം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അങ്ങനെ ചെയ്തത്. ആചാര്യന്മാരെയും ആ പ്രവൃത്തിയിലും ഒരിക്കലും അതിൻ്റെ ട്രഡീഷണൽ വിട്ട് മൂപ്പര് വളരെ ഭക്തിപൂർവ്വമാണ് അത് അവതരിപ്പിച്ചിരുന്നത്. എനിക്ക് നല്ല പൂർണ്ണമായ വിശ്വാസം ഉണ്ട്, അറിയുകയും ചെയ്യാം. ഒപ്പം ഞാൻ നടക്കുന്ന ആളായിട്ട് പറയുന്നത്. കാരണം കഥകളി വേഷക്കാരൻ കിരീടം വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല. കിരീടം അഴിച്ചു വെച്ചിട്ടേ ആരും ചെയ്യാറ്. പക്ഷേ ഇവർ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. പക്ഷെ അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കണം തോന്നിപ്പോലും എന്നോട് ചോദിച്ചു, ആശാൻ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു സമ്പ്രദായം. ആ കഥകളിയുടെ ആ റെസ്പെക്റ്റ്, ആ കഥകളി എന്നുള്ള കലയോടുള്ള ബഹുമാനം അദ്ദേഹം അത്തരത്തിലുള്ളതായ ഒരു സബ്ജക്റ്റും എടുക്കാനും ഭക്തിപൂർവം എല്ലാ വേഷങ്ങളും കെട്ടി രംഗത്ത് അവതരിപ്പിച്ചു എന്നുള്ളത് എൻ്റെ മഹത്വം കൊണ്ടായിരിക്കാം ഈ ഇന്നലെ നടന്ന പരിപാടിയിൽ ആദ്യത്തെ പരിപാടി രംഗത്ത് കഥകളി എന്നുള്ള സബ്ജക്റ്റ് ദൈവം തന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. അതല്ലെങ്കിൽ ഏത് പരിപാടി വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇനോഗ്രേഷനിൽ ചെയ്യാനുള്ളതായ ആൾക്കാരുടെ ഭ്രമങ്ങൾ ഉണ്ടാവും, സംശയം. പക്ഷേ എന്തോ ദൈവാധീനം കഥകളിയുടെയും അദ്ദേഹം കഥകളിയോടുള്ള ഭക്തിയോട് കൂടി ചെയ്ത ആ സബ്ജക്റ്റ് കൊണ്ടുപോയി ആ കഥകളി തന്നെ ആദ്യമായിട്ട് ഈ ഇനോഗ്രേഷൻ ഈ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങ് കേരള ഗവൺമെൻറ് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ആ ചടങ്ങ് കഴിഞ്ഞ വയ്ക്ക് ആദ്യം തന്നെ ഒരു കഥകളിയുടെ ഒരു ചെറിയൊരു പീസ് രംഗവന്ദനം പോലെ ചൊല്ലിയാട്ട രൂപണയാണ് ചെയ്യാൻ. അതും അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ പറഞ്ഞ ഒരു കവിതയാണ് കിട്ടിയത്. അതിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അത് സാധിച്ചതിൻ്റെ ഭയങ്കര ഭാഗ്യമായി. അതിന് അപ്പുറത്തെത്തി. കാരണം അങ്ങനെയുള്ള ഒരു
സദസ്സിൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഗുരുവന്ദനം എന്നുള്ള ഒരു സബ്ജക്റ്റിൽ അദ്ദേഹം തന്നെ വന്ന് കാല് തൊട്ട് തലയിൽ വെച്ചിട്ട് എന്നെ പൊന്നാട അണിയിച്ചു. അതിനുള്ളൊരു ഭാഗ്യം അതെനിക്ക് കിട്ടിയതിലൊരു ഞാൻ ഗുരുനാഥന്മാരെ സ്മരിക്കുകയാണ്. അച്ഛനമ്മമാർ എനിക്ക് കിട്ടിയ എൻ്റെ ജന്മ സാഫല്യമാണ് ഈ ഇന്നലത്തെ ഒരു ദിവസം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു ലോകത്തേക്ക് എത്തി. ഞാനും അദ്ദേഹം കൂടി വളരെ ക്ലോസ് ആയിട്ട്, ഇനി ഇത്രയും വളരെ ക്ലോസാണ് ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെന്നില്ലാത്ത പൊക്കമേറും ഒട്ടൊന്നേ ഇതിൽ പറയാനുള്ളൂ. കുചേലവൃത്തത്തിൽ പറയണ ഒരൊറ്റ സബ്ജക്റ്റ്, പൊക്കമേറും സൗധമേറ്റി നിഷ്കിഞ്ചന ഈ സുബ്രഹ്മണ്യനെ, പൊക്കമേറും സൗധമേറ്റി സൽക്കരിച്ചതും ഓർത്താൽ, പൊക്കമേലും സൗധമേറ്റി സൽക്കരിച്ചതും ഓർത്താൽ മൽ ഭാഗ്യമെന്തു ചൊല്ലൂ. ഇതെല്ലാം ഗുരുവായൂരപ്പൻ്റെ ഒരു നിയോഗമാണ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഉറപ്പും വിശ്വാസവും. കാരണം ഇദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ട് എന്നും അതിൽ പങ്കെടുക്കണമെന്നും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ തൊഴുത് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ ഡയറക്ടറായ വിജയകുമാർ എന്നോട് സംസാരിക്കുന്നത്. അത് കുറച്ച് മുമ്പ് ഇങ്ങനെയൊന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടതാണ് ഞാൻ അന്ന് അദ്ദേഹത്തിനോട് പറയും, അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഗുരുവായൂരപ്പനാണ് എന്നെ അവിടേക്ക് അയച്ചത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനൊരു ഭാഗ്യം സിദ്ധിച്ചത്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞ് വെക്കാം. ഈ മോഹൻലാലിന് കിട്ടിയ ആദരവ് ആശാന് കിട്ടിയത് കഥകളിക്ക് കിട്ടിയ ഗുരുനാഥന് കിട്ടിയ ആദരവാണ്. അതോടെ കഥകളി ലോകം കൂടി അല്ലേ ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ടു ഒന്നുകൂടി അല്ലേ. മോഹൻലാലിന് അംഗീകാരം കിട്ടി, മോഹൻലാലിനെ ഗവൺമെൻറ് ആദരിക്കുന്നു, ആ മോഹൻലാൽ എന്നെ ആദരിക്കുന്നു. അപ്പോൾ കഥകളി ലോകം എൻ്റെ നിമിത്തമായിട്ട് അതാ ഇത് അപാരമായ ഒരു പരിപാടിയായിട്ട് മാറി. ഇത്രയൊന്നും ഇത്രയും വലുപ്പം ഉണ്ടാവുമോ ഈ പരിപാടിക്ക്? ഞാൻ ഇത്രയൊക്കെ വലുപ്പം ഉണ്ടാവുമോ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏൽപ്പിച്ച പ്രവൃത്തി അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കവിത രംഗത്ത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ള അതാണ് എൻ്റെ മനസ്സിലുണ്ടായത്. അത് കഴിഞ്ഞുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന അദ്ദേഹം ആദരിക്കുന്ന നിറഞ്ഞ സദസ്സിൽ അദ്ദേഹം എന്നെ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ഏതൊരു ലോകത്തെത്തി. ഇതിനൊക്കെ ഭാഗ്യം സിദ്ധിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ മലയാള സിനിമയുടെ വേറെ അഭിമാനം കൂടിയാണ് സൂപ്പർ ആയിട്ടുള്ള അഭിനയം കൊണ്ടും നൃത്തം കൊണ്ടും നമ്മുടെ ഏറ്റവും ആരാധകരെ മനസ്സിൽ ഇടം നേടിയൊരു നടിയാണ് മഞ്ജു വാര്യരെ ആശം പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. മഞ്ജു വാര്യരെ കഥകളി അല്ലേ? മഞ്ജു വാര്യർ ഞാൻ ഇതേ കലാകാര അധ്യാപന കാലത്ത് തന്നെ കണ്ണൂർ പോയിട്ട് യൂത്ത് ഫെസ്റ്റിവലിനാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ജു വാര്യർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ പോയിട്ട് അങ്ങനെ അവിടെ പോയിട്ട് കഥകളി പഠിപ്പിച്ചു. ശൗര്യഗുണമാണ് പഠിപ്പിച്ച് യൂത്ത് ഫെസ്റ്റിവലിന് കണ്ണൂർ തന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ആണെന്ന് കിട്ടിയിരിക്കണമെന്നല്ലോ. അത് അന്ന് ഒരുപാട് കുട്ടികൾ എമ്പ്രാന്തിരി പാടിയിട്ട് കേശവേട്ടം കൂട്ടിയിട്ട് അങ്ങനെ ഒരു ഭയങ്കര അന്നത്തെ യുവനോത്സവത്തിൻ്റെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ മഞ്ജു നല്ല ശൗര്യഗുണം വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി മോഹൻലാലിനെ പറ്റി പറയാം. ഞാൻ മനസ്സിലാക്കിയതോളൂ, ഞാൻ മനസ്സിലാക്കിയത് 2 വാക്ക് പറയാം. അദ്ദേഹം സിനിമയിൽ ഏത് കഥാപാത്രം എടുക്കുന്നുണ്ടെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിന് അസാധ്യ കഠിനമായിട്ട് പഠിച്ച് മാക്സിമം അതിൽ 100% ആത്മാർത്ഥതയോടുകൂടി പഠിച്ച് അവതരിപ്പിച്ചിട്ട് സിനിമയിൽ ചെയ്യുന്ന ഏക നടൻ എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിൽ ഞാൻ തോന്നുന്നത് മോഹൻലാലാണ്. കംപ്ലീറ്റ് ആക്ടർ. കംപ്ലീറ്റ് അങ്ങനെ ഒരാൾ തന്നെ അത് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടാവുമോ എന്നുള്ളത് ചിന്തനീയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നന്ദി ആശാൻ. ആശാൻ മിനിയാന്ന് ചേർപ്പിൽ കഥകളിയിലായിരുന്നു, ഇന്നലെ തിരുവനന്തപുരത്ത്. ഇന്നലെ തിരുവനന്തപുരം യാത്ര ഇന്ന് പുതിയൊരു ആട്ടക്കഥയുടെ പ്രകാശനം, അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ ചിട്ടപ്പെടുത്തലും ആശാന് കുബേരചരിതം സുവർദ്ധനൻ്റെ അതും കൂടി അല്ലേ, ആ ബുക്കല്ലേ ഇത് അന്ന് വന്ന് അല്ലേ, അതൊന്ന് കാണും. അപ്പോൾ ഇതാ ഇന്നത്തെ പ്രകാശനം നടന്ന ബുക്കാണ് കുബേര ചരിതം ആട്ടക്കഥ. അത് ചിട്ടപ്പെടുത്തുന്നതും ആശാൻ തന്നെ. അതിൽ മുഖ്യ വേഷമായിട്ടുള്ള കുബേരൻ്റെ വേഷം, വൈശ്രവണൻ്റെ വേഷം ആശാന ചെയ്യുന്ന. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്കും തുടർന്നുള്ള ഭാവി പരിപാടികൾക്കും ആവട്ടെ. സുവർദ്ധനൻ്റെ ബുക്ക്, സുവർദ്ധനൻ സംഗീതം, താളം, വിവരം, സംസ്കൃതത്തിൻ്റെ എല്ലാം വിൽപ്പറ്റിയുള്ള നല്ല ഒരു ആട്ടക്കഥാകൃത്താണ്. കാരണം അത് അദ്ദേഹവുമായിട്ട് അടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് ഓരോ ചോദിക്കുമ്പോൾ പല പുതിയ പുതിയ ആട്ടങ്ങൾ അനവധി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് കിട്ടും. നമുക്കൊന്നും അതിൽ സംശയത്തിന് വരില്ല, താളത്തിനോ. പിന്നെ അർത്ഥം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു തരും ചെയ്യും. അത് വളരെ നല്ല ഈ രാവണ വിജയം കഥയിലെ ഈ സാഹിത്യത്തിന് തുല്യമായുള്ള പദങ്ങളാണ് ഈ സുവർദ്ധനൻ്റെ ആട്ടക്കഥയിൽ വരുന്നത്. അത് അറിവിൻ്റെ യോഗ്യതയാണ്. സംഗീതം അതുപോലെ തന്നെയാണ്, താളവും അതുപോലെ തന്നെ, പാടും ഒക്കെ. സംഗീതം ചിട്ടപ്പെടുത്താൻ ബാബു നമ്പൂരി കലാമണ്ഡലം, സംഗീതം ബാബുവാണ് ചിട്ടപ്പെടുത്താൻ. സുവർദ്ധന ഭാവന, കാഴ്ചപ്പാട്, അറിവ്, പാണ്ഡിത്യം, സംഗീതം, താളം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു നല്ല ആട്ടക്കഥ എഴുതാൻ ഒരാൾക്ക് സാധിക്കുള്ളൂ. അതിന് സുവർദ്ധനൻ മിടുക്കനാണ് എൻ്റെ അനുഭവത്തിൽ. ഇത് വായിച്ചു നോക്കിയിട്ട്. അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞതിന് നന്ദി ബാലസുബ്രഹ്മണ്യം ചേട്ടാ. താങ്ക് യു.